ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നോക്കത്താ ദൂരത്ത് കായലാണ്. കായലെല്ലാം കണ്ട് ആസ്വദിച്ച് നമുക്ക് ഫുഡ് കഴിക്കാവുന്നതാണ്. നമ്മുടെ പോക്കറ്റൊന്നും കാലിയാവാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ലേക്ക് ഫിഷും സീ ഫിഷൊക്കെ കഴിക്കാവുന്നതാണ്. തീർച്ചയായും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. നല്ല ആംബിയൻസ് ആണ്. ഷെഫാണല്ലേ? അതെ. ഓക്കെ. നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ചിന് എന്തൊക്കെയാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്? നമുക്ക് ഫുഡ് എന്തൊക്കെ ഐറ്റംസ് ആണ്? നമ്മള് ഇവിടുത്തെ പശ്ചാത്തലത്തിൽ നമ്മൾ തണ്ണീർമുക്കം എന്നുള്ള ഫിഷിന്റെ ഒരു മെയിൻ സ്ഥലം തന്നെയാണ്. അപ്പൊ നമ്മൾ ഫിഷ് തന്നെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്നത് ലഞ്ചിന്. അത് കായ ഫിഷ് ഉണ്ട്, പിന്നെ കടല മത്സ്യങ്ങളെല്ലാം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ ലഞ്ച്. തവ, അതുപോലെ തന്നെ പൊള്ളിച്ചത്, റോസ്റ്റ്, തവ സ്പെഷ്യലായിട്ട് നമ്മുടെ സ്പെഷ്യൽ തവയാണ്. സിഗ്നേച്ചർ മസാലയാണ്, ഒരുപാട് സാധനങ്ങൾ ചേർത്തുണ്ടാക്കുന്ന മസാലയാണ്. റെഡ് ചില്ലി മസാല. എന്തായാലും ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു ഫിഷ് മാത്രമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന റെസ്റ്റോറന്റ് വളരെ കുറവാണ്. നമുക്ക് എന്തൊക്കെ ഐറ്റംസ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്? എന്തൊക്കെ ഫിഷുകളാണ് നമ്മൾ ഇതിനകത്ത്? നമ്മള് മെയിൻ ആയിട്ട് നമ്മൾ സീ ഫുഡ് ആണ്. ലെമ്മീനുണ്ട്, ബ്ലാക്ക് ആവോലി, വൈറ്റ് ആവോലി, പ്രോൺസ്, സ്ക്വിഡ്. അതിന് പുറമെ നമ്മുടെ കായൽ മത്സ്യം ഇവിടെ തന്നെ സുലഭമായിട്ട് കിട്ടുന്ന വരാല്, കാരി, അതേപോലെ ഫിലോപ്പി, കരിമീൻ, പിന്നെ കാളാഞ്ചി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഓൾമോസ്റ്റ് സീ ഫുഡും ലേക്ക് ഫുഡും നമുക്കിവിടെ ഡെയിലി ഉണ്ടാവും. എല്ലാം കംപ്ലീറ്റ് തവയാണ്. അതെ അതെ. പിന്നെ നമ്മൾ 1 കിലോ 2 കിലോ ഒക്കെ വെയിറ്റ് ഉള്ള വലിയ നമ്മൾ സ്പെഷ്യലായിട്ട് കൊണ്ടു കൊടുക്കുന്നുണ്ട്. അതായത് ഒരു 6-7 പേരൊക്കെ ഒരു ടീമായിട്ടൊക്കെ വരികയാണെങ്കിൽ അവർക്ക് ഒരുമിച്ച് കഴിക്കാവുന്ന രീതിയിൽ 2.5 കിലോ 2 കിലോ 2.5 കിലോ ഒക്കെയുള്ള വലിയ കാളാഞ്ചി, അതുപോലെ കടല, അതെ അതെ, ചെമ്പല്ലി, ഇങ്ങനെയൊക്കെ സാധനങ്ങൾ ബൾക്കായിട്ട് വലിയൊരു പീസായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അത് ലാഭമായിരിക്കും. നമ്മളൊരു ഫാമിലി ആയിട്ട് 6-7 പേര് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് മീൻ തൂക്കിയിട്ട് നമുക്ക് അതിന്റെ റേറ്റ് അവർ പറഞ്ഞു തരും ചെയ്യുന്നതിന്റെ. അത് നല്ലൊരു ഐഡിയ ആണ്, ഒരു നല്ല കൺസെപ്റ്റുമാണത്. അത് സാറിന് ഫോർട്ട് കൊച്ചിയിലൊക്കെയാണ് അങ്ങനെ കണ്ടിരിക്കുന്നത്. ആലപ്പുഴയിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ കൺസെപ്റ്റ് വന്നിരിക്കുന്നത്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ ലഞ്ചിന് എന്തൊക്കെ ഐറ്റംസ് ആണ്? ലഞ്ചിന്റെ പുറമെ ഈ ഫിഷിന്റെ ഐറ്റം കഴിഞ്ഞാൽ നമുക്ക് ബിരിയാണി ഉണ്ട്. ബിരിയാണിയിൽ നമ്മൾ സ്പെഷ്യലായിട്ട് ക്രാബ്, പ്രോൺസ്, ഫിഷ് അതും കൂടെ അതിനകത്ത് സ്പെഷ്യലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. സീ ഫുഡ് ഐറ്റം ബിരിയാണി സ്പെഷ്യലായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ ചിക്കൻ ബിരിയാണി, നമ്മുടെ നോർമൽ ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, അതും ഇതിന് ചെയ്യുന്നുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് ഫിഷിന്റെ ഐറ്റങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. ഫിഷിന്റെ ഒരു വെറൈറ്റി ആലപ്പുഴയില് ഇത് ഒരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. വേറെ എങ്ങും ഇങ്ങനെ ആലപ്പുഴയിൽ ഇത്രയും സീ ഫിഷും അത് ലേക്ക് ഫിഷും കൂടെ ആണ്. അത് വെറൈറ്റി ആണ്. എന്തായാലും നമുക്ക് അത് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോ അത് വൈകുന്നേരമാണ്, നമുക്കത് നോക്കാം. ചൂട് മുറിക്കുന്നത് ഇവിടുത്തെ കായലിൽ തന്നെ കരിമീനാണ്. നല്ല വൈകിട്ട് എന്തൊക്കെയാണ് സ്പെഷ്യൽ ഐറ്റംസ് വരുന്നത്? ഫുഡ് ഐറ്റംസ് ഒക്കെ എന്തൊക്കെയാണ്? വൈകുന്നേരം മെയിൻ ആയിട്ട് നമ്മൾ ഫിഷ് തന്നെയാണ് മെയിൻ ആയിട്ട് ഇത് ചെയ്യുന്നത്. പിന്നെ കൂട്ടത്തിൽ പുട്ട് നമ്മുടെ ലൈവ് അപ്പം ഉണ്ട്, പുട്ടുണ്ട്, പിന്നെ പൊറോട്ട, ചപ്പാത്തി, അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ ഇടയ്ക്ക് പിന്നെ കപ്പ പുഴുങ്ങിയത്, കാച്ചിൽ പുഴുങ്ങിയത്, ചേമ്പ് പുഴുങ്ങിയത് അതൊക്കെ ഉണ്ടാവും വൈകുന്നേരം. അതുപോലെ ഫ്രൈഡ് റൈസിനുള്ളിൽ നമ്മുടെ ചൈനീസ് ഫിഷ് ഉണ്ട്, നോർത്ത് ഇന്ത്യൻ ഉണ്ട്, വരാല് ചട്ടിക്കറി ഉണ്ട് സ്പെഷ്യൽ. അതായത് നമ്മുടെ നാടൻ ചട്ടിക്കറി ഉണ്ട്, അല്ലാതെ തന്നെ കാന്താരി പാൽക്കറി ഉണ്ട്, കാന്താരി ചട്ടിക്കറി ഉണ്ട്. ചട്ടിക്കറിയുടെ സ്പെഷ്യൽ കുറെ വെറൈറ്റി ഐറ്റം ഉണ്ട്. ചപ്പാത്തി, പൊറോട്ട, ലൈവ് അപ്പം, പുട്ട്, ലൈവ് ഒക്കെ ലൈവ് ആണ്. നമ്മുടെ ടൈം വരുന്നത് ഉച്ചയ്ക്ക് 12 മുതൽ രാത്രി 11:30.